കൊല്ലം പരവൂരിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിൽ കുറ്റക്കാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൾ ജലീൽ, APP ശ്യാംകൃഷ്ണ എന്നിവർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത്. തൊഴിലിടത്തിലെ മാനസിക പീഡനം ആരോപിച്ച് സഹപ്രവർത്തകർക്കെതിരെ കത്തെഴുതി വെച്ചാണ് അനീഷ ആത്മഹത്യ ചെയ്തത്. ദിലീപ് ദേവസ്വം നൽകും വിവരങ്ങൾ. ദിലീപ്, നേരത്തെ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അനീഷയുടെ കത്തിൽ ഈ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നവർക്കെതിരെയാണ് പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ഏറെ ദിവസങ്ങൾക്ക് ശേഷം ആ കേസ് അന്വേഷണത്തിൽ വലിയൊരു ലീഡല്ലേ? തീർച്ചയായിട്ടും വിനീത, ജനുവരി 21 കൊല്ലം പരവൂർ കോടതിയിലെ APP ആയ അനീഷ സഹപ്രവർത്തകരുടെ മാനസിക പീഡനം കാരണം ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യയ്ക്ക് മുൻപ് തന്നെ ഈ അനീഷ 19 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരുന്നു. ഇതിൽ APPയെയും DDPയുടെയും പേരുകൾ പരാമർശിച്ചിരുന്നു. കൂടാതെ ഇവർ സുഹൃത്തുക്കൾക്ക് അയച്ചിരുന്ന വാട്സപ്പ് സന്ദേശത്തിൽ വ്യക്തമായി താൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, അതിന് കാരണക്കാർ ഇതാണ്, തൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടടക്കം പരസ്യമായി പറഞ്ഞുകൊണ്ട് DDPയും APPയും തന്നെ പീഡിപ്പിക്കുന്നു എന്നുള്ള, താൻ ജീവിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അടക്കം പറയുന്ന വാട്സപ്പ് സന്ദേശങ്ങളടക്കം പുറത്തു വന്നിരുന്നു. DDP അബ്ദുൾ ജലീലും APP ശ്യാംകൃഷ്ണയുമാണ് പേരെഴുതി വെച്ചിട്ടായിരുന്നു ഈ അനീഷ ജനുവരി 21 ആത്മഹത്യ ചെയ്തത്. പിന്നീട് പലതരത്തിലുള്ള സമരങ്ങളടക്കം ബാർ അസോസിയേഷൻ മുന്നോട്ട് വച്ചെങ്കിലും ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമോ അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യലിനോ തയ്യാറായില്ല. പിന്നീട് ലോക്കൽ പോലീസിൽ നിന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണത്തിന് ഏറ്റെടുത്തെങ്കിലും അതിലും കാര്യമായ നടപടി ഉണ്ടായിരുന്നില്ല. ഈ വീട്ടുകാരുടെ മൊഴി എടുക്കുക അല്ലാതെ മറ്റൊരു തരത്തിലുള്ള അന്വേഷണവും നടന്നിരുന്നില്ല. ഈ കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അനീഷയുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ കേസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചിരുന്നത്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിട്ട് ഏകദേശം ഒരാഴ്ച പിന്നിട്ടിട്ടുള്ളൂ. ഈ ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്ക് തന്നെ ഈ കേസിലെ പ്രധാന ആരോപണ വിധേയരായ 2 പേർക്കെതിരെ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേസിൽ വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ 2 പേരുടെ പേരുകൾ ആത്മഹത്യാക്കുറിപ്പിലും 19 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിലും അതുപോലെ തന്നെ വാട്സപ്പ് സന്ദേശത്തിലും പറഞ്ഞിരുന്നു. ഇവർക്കെതിരെ വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുള്ളതുകൊണ്ട് ഇവർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നുള്ള ആരോപണങ്ങളടക്കം ഈ അനീഷയുടെ പിതാവും മാതാവും പങ്കുവച്ചിരുന്നു. അനീഷയുടെ ഭർത്താവ് അജിത് കുമാർ മാവേലിക്കര കോടതിയിലെ ജഡ്ജിയാണ്. അദ്ദേഹം ഇക്കാര്യങ്ങളിലേക്കൊന്നും ഈ പരസ്യമായ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ലെങ്കിലും അനീഷയുടെ രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ തയ്യാറാകുകയും ചെയ്തു. ഇപ്പോൾ ഇവർക്കെതിരെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുകയാണ് വിനീത. ശരി ഡോക്ടർ, നേരത്തെ തന്നെ അനീഷയുടെ ആത്മഹത്യയിൽ വലിയ ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. അവർ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ തൊഴിലിടത്തിലെ മാനസിക പീഡനം ആരോപിച്ചിരുന്നു. അതിലിപ്പോൾ അസ്വാഭാവിക മരണത്തിനെടുത്തുന്ന കേസാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. മാസങ്ങൾക്ക് ശേഷം ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.